ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സീന സുരേഷ്. ഇന്ന് നൈനികയിൽ വന്നിട്ടുള്ളത് ലിനൻ കോട്ടൺ സാരീസാണ് കേട്ടോ. ഹ്യൂജ് എൻക്വയറിയാണ് ലിനൻ കോട്ടൺ സാരീസിന് വരുന്നത്. ഇത് ബ്ലാക്കിൽ ഒരു മെറൂണും വൈറ്റും കൂടെ വരുന്ന പ്രിൻ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ സാരീസായിട്ട് കണ്ടു നോക്കാം. പിന്നെ ലിനൻ കോട്ടൺ സാരീസിൻ്റെ വീഡിയോ ഒരുപാട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെറൂൺ കളറ് പ്രിൻ്റ് വരുന്നത് റീസ്റ്റോക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരുപാട് നാളായി കേട്ടോ. അപ്പോൾ ഇപ്പോഴാണ് നമുക്ക് വന്നത്. അപ്പോൾ വേണമെന്നുള്ളൊരു പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കിയാലോ. അപ്പോൾ ഫസ്റ്റ് സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലാക്കിൽ ദാ ഇങ്ങനെയാണ് വരുന്നത്. ഇത്തിരി ഒന്ന് ഹൈഡ് ആൻഡ് സീക്ക് പോലത്തെ പ്രിൻ്റാണ് കേട്ടോ. ഒരുപാട് തെളിച്ചുള്ളതല്ല. ഇത് ബ്ലോക്ക് പ്രിൻറ്റിംഗ് ആണ് വരുന്നത്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതാ കണ്ടോ, പല്ലു വരുന്നത് ഇതേപോലെയാണ് കേട്ടോ. ഒരു ഇക്കട്ട് പാറ്റേണിൽ വരുന്ന പോലെയാണ്. നല്ല ഭംഗിയുള്ള പല്ലുവാണ്. അപ്പോൾ ഇതാ സാരി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സെമി ലിനൻ സാരീസ് എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. എപ്പോൾ വന്നാലും നമുക്കിത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്ന സംഭവമാണ്. പിന്നെ ലിനൻ കോട്ടൺ അല്ലെങ്കിൽ സെമി ലിനൻ സാരീസിൻ്റെ വീഡിയോയിൽ ഞാൻ ഈ സാരീനെ പറ്റിയിട്ട് എല്ലാ ഡീറ്റെയിൽസും പറയാറുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കറിയാം. അല്ലാത്തവർ മുന്നത്തെ വീഡിയോയിൽ നോക്കിയ എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. എന്നാലും ജസ്റ്റ് പറയാം, ഇതിങ്ങനെ സ്റ്റാർച്ച് ഒട്ടും ഇല്ലാത്ത ഒരു മെറ്റീരിയലാണ്. ഇങ്ങനെ ബോഡി ഹഗിങ് ആയിട്ട് വളരെ കംഫർട്ടബിളായിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ ഇത് ഓഫീസ് വെയർ ആയിട്ടും കാഷ്വൽ വെയർ ഒക്കെ ആയിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഇനി ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് കാണിക്കാം. ബ്ലൗസ് വരുന്നത് ഇങ്ങനെയാണ്. പ്ലെയിൻ ബ്ലാക്കിൽ ഇതേപോലെ സ്ലീവ്സിൽ വെക്കാൻ ബോർഡർ രണ്ട് സൈഡിലുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും ഈ വിത്ത് ബ്ലൗസുമായിട്ട് വെയർ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലത്തെ ആ ഒരു മെറൂൺ ഷെയ്ഡിൽ വരുന്ന ആ ഒരു ബ്ലൗസും പെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. എപ്പോഴും സെമി ലിനൻ സാരീസിൻ്റെ വീഡിയോയിൽ പറയുന്നത് പോലെ ഇത് ഡ്രൈ ക്ലീൻ ഓൺലി എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. കളർ ബ്ലീഡിങ് ചാൻസ് ഉള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. പിന്നെ വീട്ടിലൊക്കെ കളർ ഗാർഡൊക്കെ യൂസ് ചെയ്യുന്നവർ അവരുടെ ഓൺ റിസ്കിൽ ചെയ്യുക. നമുക്കിത് സ്റ്റിക്കർ അടക്കമാണ് വരുന്നത്, ഡ്രൈ വാഷ് ഓൺലി എന്ന് പറഞ്ഞിട്ട് കേട്ടോ. റേറ്റ് വരുന്നത് 1185 ആണ്, 1185 കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെ ഡിഫറെൻറ്റ് പ്രിൻറ്റ് പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇങ്ങനെയാണ് സാരി വരുന്നത്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 2 ആണ്. ഇതേപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയാണ്. ബ്ലാക്കിൽ ഒരു യെല്ലോൻ്റെയും വൈറ്റിൻ്റെയും അങ്ങനെ ഫ്ലവേഴ്സ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മുന്നേ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. ഈ സെയിം പ്രിൻ്റ് തന്നെ വേണമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവരൊക്കെ വീഡിയോ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പെട്ടെന്ന് തന്നെ എൻക്വയറി ചെയ്ത് പർച്ചേസ് ചെയ്തോളൂ. കാരണം ഇത് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവുന്ന സംഭവമാണ് കേട്ടോ. കണ്ടോ, ഞൊറിഞ്ഞെടുക്കാനും വള്ളയറിലായിട്ട് ഇടാനും ഒക്കെ സൂപ്പറാണ്. പല്ലു വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആണ് കേട്ടോ. ആ ഒരു ഫ്ലവർ പോലെ കാണുന്നത് അതിൻ്റെ ഉള്ളിലത്തെയാണ്. ബ്ലൗസ് പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ. അതിൻ്റെ ബോർഡേഴ്സിലായിട്ട് ഇതേപോലെ വരുന്നുണ്ട്. ഒരു സൈഡിൽ സിൽവർ സെറി ബോർഡർ മാത്രമാണ് വരുന്നത്. വള്ളയറിലിടുമ്പോൾ ഇതേപോലെ വരുന്നത് കേട്ടോ. നമുക്കിത് സാരി ഉടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കംഫർട്ടാണ്. ഒട്ടും ചൂടെടുക്കില്ല. ഭയങ്കര ലൈറ്റായിട്ടുള്ളൊരു ഫീലിംഗ് ആണ് കേട്ടോ. റേറ്റ് ഈ വീഡിയോയിലെ എല്ലാ സാരീസിനും സെയിം ആണ്, 1185 ആണ്, 1185 കേട്ടോ. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 3 ആണ്. എൻ്റെ സൗണ്ട് ഇത്തിരി കുറച്ചൊരു പ്രോബ്ലമാണ്. ചുമ വരുന്നുണ്ടോയെന്നൊരു സംശയമുണ്ട്. അപ്പോൾ വോളി ഇല്ലെങ്കിൽ എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. മാക്സിമം ഞാൻ സൗണ്ട് എടുത്ത് പറയാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള, കണ്ടോ, ഇങ്ങനെ ഒരു പോൾക്ക ഡോട്ട് പാറ്റേണിലാണ് വരുന്നത്. മെറൂണും വൈറ്റും കേട്ടോ. ഇത് ഒരുപാട് ബ്രൈറ്റ് ആയിട്ടുള്ള കളറല്ല. ഈ സെമി ലിനനിൽ വരുമ്പോൾ, അതും ഹാൻഡ് ബ്ലോക്ക് ഒക്കെ വരുമ്പോൾ ഇത്തിരി ഒരു ഡിം ആയിട്ടുള്ള കളർ ഷെയ്ഡിലാണ് വരിക. അതാണ് ഈ സാരീസിൻ്റെ പ്രത്യേകത കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയിലേക്കായിട്ടാണ് പറയുന്നത്. ഇതേപോലെയാണ് പല്ലു വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു പല്ലുവാണ്. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിട്ടാണ്. സ്ലീവ്സിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ ഇതേപോലത്തെ ബോർഡറും ഒരു സൈഡിൽ പ്ലെയിൻ സിൽവർ സെറി ബോർഡറും വരുന്നുണ്ട്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. കണ്ടോ, ഇതേപോലെയാണ് സാരി വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല്ലു. റേറ്റ് സെയിം ആണ്, 1185, 1185. ഇനി അടുത്ത ഡിസൈൻ കാണാം. അടുത്തത് സാരി നമ്പർ 4 ആണ്. എല്ലാ പ്രിൻറ്റും ഒന്നിനൊന്നിന് ഭംഗിയാണ് കേട്ടോ. ഏതുടുത്താലും നല്ല ഭംഗിയായിരിക്കും. ഇതുടുത്ത് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ ഫോട്ടോസിലൊക്കെ നല്ല ലുക്കാണ്. ഇതേപോലെയാണ് വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. സ്ലീവ്സിൽ വെക്കാൻ വേണ്ടി രണ്ട് സൈഡിലും സെയിം ബോർഡറാണ് വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഞാനിതിപ്പോൾ 3-4 ലെയറായിട്ടാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 5 ആണ്. ഇതേപോലെയാണ് വരുന്നത്.
ആ ബ്ലാക്കും വൈറ്റും ഇടയ്ക്കൊരു മെറൂണിൻ്റെ ഒരു ഷെയ്ഡും കൂടെ വരുമ്പോൾ നല്ലൊരു ഗ്രാൻഡ് ലുക്കാണ്. ഇതാ കണ്ടോ, സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ബ്ലോക്ക് പ്രിൻറ്റ് പാറ്റേണിലാണ് വന്നിട്ടുള്ളത്. ബോർഡേഴ്സും നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. ഇതേപോലെയാണ് വരുന്നത്. പല്ലു ഇങ്ങനെയാണ് വരുന്നത്. ബ്ലൗസ് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. രണ്ട് സൈഡിലും ഇതേപോലെയാണ് സ്ലീവ്സിൽ വെക്കാനുള്ള ബോർഡർ വന്നിട്ടുള്ളത് കേട്ടോ. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. റേറ്റ് എല്ലാ സാരിക്കും സെയിം ആണ്, 1185 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്തത് സാരി നമ്പർ 6 ആണ്. എപ്പോഴും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമ്പർ കൂട്ടിയെടുക്കുക. എത്ര പറഞ്ഞിട്ടും പലരും അത് ചെയ്യണില്ല കേട്ടോ. നമ്പർ ഇല്ലാണ്ടും നമുക്ക് അവൈലബിലിറ്റി പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ എൻക്വയറി എടുക്കുന്ന സമയത്ത് നമ്പർ മാത്രമാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ. ഇതേപോലെയാണ് സാരി വരുന്നത്. നല്ല ഭംഗിയുള്ള പല്ലു. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ വിത്ത് ബോർഡറാണ്. രണ്ട് സൈഡിലും ഇതേപോലത്തെ ബോർഡറാണ് വരുന്നത്. സാരി 1 ലെയറിൽ ഇടുമ്പോൾ ഇതേപോലെയാണ് കേട്ടോ. വളരെ ലൈറ്റ് വെയ്റ്റ് ആൻഡ് കംഫർട്ടബിൾ ആയിട്ടുള്ള സാരിയാണ്. ഇതൊക്കെ നാച്ചുറലായിട്ട് ഒതൻറ്റിക്കായിട്ട് ചെയ്യുന്ന സാരീസാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതിൽ ഡസ്റ്റ് പാർട്ടിക്കിൾസോ ഗ്രാസ് പാർട്ടിക്കിൾസോ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. ഇങ്ങനെയാണ് വരുന്നത്. റേറ്റ് സെയിം ആണ്, 1185 ആണ്. ഇനി അടുത്ത സാരി കാണാം. അടുത്ത സാരി നമ്പർ 7 ആണ്. നല്ല ഭംഗിയുള്ള ഒരു പ്രിൻറ്റ് പാറ്റേൺ ആണ്. എല്ലാതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഏത് പ്രിൻ്റ് എടുത്താലും സൂപ്പറാണ്. ഇതേപോലെ മെറൂൺ ആൻഡ് വൈറ്റിൽ നല്ല ഭംഗിയുള്ള ഒരു ഹാൻഡ് ബ്ലോക്ക് പ്രിൻ്റാണ് വരുന്നത്. ഇതേപോലെയാണ് പല്ലു വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ വിത്ത് ഇതേപോലത്തെ ബോർഡർ. ഒരു സൈഡിൽ ഇതേപോലത്തെ ബോർഡറാണ് വരുന്നത്. അടുത്ത സൈഡിൽ ഇങ്ങനത്തെ ബോർഡറാണ് സ്ലീവ്സിൽ വെക്കാൻ വേണ്ടി വരുന്നത്. സാരി ഉടുത്ത് വരുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. റേറ്റ് വരുന്നത് 1185, 1185 ആണ്. ഇതിൻ്റെ കൂടെ വൈറ്റ് ബ്ലൗസ്, മെറൂൺ ബ്ലൗസ്, ഇതിൻ്റെ സെയിം ബ്ലാക്ക് ബ്ലൗസ്, പിങ്ക് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് എൻക്വയറി ചെയ്യുക, പർച്ചേസ് ചെയ്യുക. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ ഭംഗിയുള്ള സാരീസും മെറ്റീരിയൽസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അതിനു മുന്നേ വീഡിയോ ഫുള്ളായി കണ്ട് 100% സാറ്റിസ്ഫൈഡ് ആയിട്ട് പർച്ചേസ് ചെയ്യുക. വീഡിയോയിൽ കാണണവും നേരിട്ട് കാണണവും തമ്മിൽ കളറിൽ നേരിയ വ്യത്യാസം ഉണ്ടാവും. അതും കൂടെ മനസ്സിലാക്കി പർച്ചേസ് ചെയ്യുക. അതേപോലെ തന്നെ മെറ്റീരിയൽ അറിഞ്ഞ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു.